അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റൈഹാൻസ് ഫാമിലി വ്ളോഗ്സ്. അപ്പോൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ ഉമ്മയും ഉപ്പയും ബാംഗ്ലൂരിൽ നിന്ന് അമേരിക്കയിലേക്ക് പോയിട്ടാണ്. ബാംഗ്ലൂരിൽ അതായത് എൻ്റെ ബ്രദറിൻ്റെ അടുത്തേക്ക് വൈഫും ഉണ്ടല്ലോ അവിടെ, അങ്ങോട്ട് 6 മാസത്തെ വിസക്ക് പോയതാണ് കേട്ടോ. ഏകദേശം 6 മാസമൊന്നുമില്ല, നവംബറിൽ വരും, 5 മാസമൊക്കെ ആകുമ്പോഴേക്കും വരും രണ്ടാളും. അപ്പോൾ അങ്ങനെ അവർ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ സൺഡേ ആണ് കേട്ടോ വീട്ടിലോട്ട് പോയത്. കുട്ടികൾക്ക് സ്കൂളൊക്കെ ഉണ്ടായില്ലോ, ശനിയും ശനിയാഴ്ച സ്കൂളുണ്ടായിരുന്നു, മൺഡേ സ്കൂളുണ്ട്. അപ്പോൾ മോനിക്ക് സ്കൂളിൽ അപ്പോൾ അവനക്ക് നിൽക്കാനും പറ്റില്ല, അപ്പോൾ അവൻ പോയിട്ടുണ്ടായിരുന്നു. ഞാനും മോളും മാത്രമേ ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർ തിങ്കളാഴ്ച വൈകുന്നേരമാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അത് തിങ്കളാഴ്ച ഏകദേശം നമ്മളൊരു 10:30 മണിയൊക്കെ ആയ സമയത്ത് ഞാനും എൻ്റെ ഹസ്ബൻഡും കുട്ടികളും പിന്നെ അവർ എല്ലാവരും കൂടി പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യാൻ പോയിട്ടുണ്ടായി. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ തിരിച്ച് ഇങ്ങോട്ട് ഞങ്ങളെ വീട്ടിലോട്ട് തിരിച്ച് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹസ്ബൻഡും ഉമ്മയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവരെ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം പിന്നെ ഞങ്ങൾ തിരിച്ച് ഏകദേശം ഒരു 2-2:30 മണി ആയിട്ടുണ്ടായിട്ടാ വീട്ടിലോട്ട് എത്തുമ്പോഴേക്ക്. അപ്പോൾ ഞങ്ങളങ്ങനെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എയർപോർട്ട് ഞങ്ങൾ ഒരു കൊല്ലം മുമ്പ് എൻ്റെ ബ്രദറിനെ വിടാൻ വന്നപ്പോൾ ഉള്ള മാതിരിയുള്ള കുറേ ചേഞ്ചസ്, വേറെ പുതിയ ടെർമിനലൊക്കെ കെട്ടിയിട്ട് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ മരത്തിൻ്റെ ഇതുകൊണ്ട് ആക്കിയിട്ട് നല്ലൊരു കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ചെടികളും ഒക്കെ ആയിട്ട് നല്ല രസത്തിലുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ഉമ്മയും ഉപ്പയും പോകാനുള്ള ഇതൊക്കെ ആയി എത്തിയിട്ട് ഞങ്ങളൊരു 1 മണിയായപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അപ്പോൾ ഒരു ഉള്ളിലോട്ടൊക്കെ പോയതിന് ശേഷമാണ് നമ്മൾ തിരിച്ച് പോകുന്നത് കേട്ടോ. ഉള്ളിൽ കയറി അവർ പിന്നെ നമ്മളെ വിളിച്ചതിന് ശേഷമൊക്കെയാണ് നമ്മൾ തിരിച്ച് പോന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഞാനൊക്കെ കുറേ പ്രാവശ്യം ഇങ്ങനെ എയർപോർട്ടിൽ വന്നിട്ടുണ്ടെങ്കിലും സത്യം പറഞ്ഞാൽ ഇതുവരെ ഞാൻ പ്ലെയിനിലൊന്നും കയറിയിട്ടില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് പ്ലെയിനിലൊക്കെ കയറണം എന്നൊക്കെ ഒരു പ്രാവശ്യം. അപ്പോൾ ഇങ്ങനെ എന്നെപ്പോലെ ഇങ്ങനെ വന്നിട്ടും ഇപ്പോൾ ഇതുവരെ കയറാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരു 10-37 വയസ്സായിട്ടും എന്താ പറയുക പ്ലെയിനിലൊന്നും കയറാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇതുവരെ. പിന്നെ ഉമ്മയും ഉപ്പയും അങ്ങനെ പോകുമ്പോൾ ഇത്ര ദൂരം പോകുമ്പോൾ ഒരു ഇതുണ്ടായിരുന്നു, ചെറിയ ടെൻഷൻ ഉണ്ടെങ്കിലും ഒരു ഹാപ്പി ആയിരുന്നു കേട്ടോ. കാരണം അത്രയും ദൂരമൊക്കെ പോകാൻ പറ്റുക പറഞ്ഞാൽ വേറൊരു രാജ്യത്തൊക്കെ നമുക്ക് പോകാൻ പറ്റുക പറഞ്ഞാൽ അതൊരു ശരിക്കും ഒരു ലക്കി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഉമ്മക്കൊക്കെ പ്രത്യേകിച്ച് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ഉമ്മ. ഇത് ജസ്റ്റ് ഞാൻ ഈ സൈഡിലോട്ട് ഇങ്ങനെ കുറേ പ്ലെയിനുകൾ ഇങ്ങനെ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിങ്ങനെ കണ്ടപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇങ്ങനെ എടുത്തതാണ്. അപ്പോൾ ജസ്റ്റ് ചിലതൊക്കെ ഇങ്ങനെ പാസ്സാവുന്നുണ്ട് കേട്ടോ വന്ന് ഇങ്ങനെ ലാൻഡ് ചെയ്തതിന് ശേഷം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. വീഡിയോസൊന്നും കംപ്ലീറ്റ് ആയിട്ടും ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ബൈ.